മഴക്കാലം ആരംഭിച്ചതോടെ ഇടുക്കി ദേവികുളം മേഖലകളിൽ വൈദ്യുതി തടസ്സം പതിവായി. ചില ദിവസങ്ങളിൽ മുഴുവൻ സമയവും വൈദ്യുതിയില്ലാത്തത് സർക്കാർ ഓഫീസുകളുടെയും ആശുപത്രികളുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. സ്ഥിരമായി മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുന്നത് KSEBക്ക് തലവേദനയാവുകയാണ്. അടിക്കടിയുള്ള വൈദ്യുതി തടസ്സം ഏറ്റവുമധികം ബാധിക്കുന്നത് താലൂക്ക് ആസ്ഥാനമായ ദേവികുളത്താണ്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി താലൂക്ക്, വില്ലേജ്, ട്രഷറി, RDO ഓഫീസുകളിലേക്ക് എത്തുമ്പോൾ വൈദ്യുതിയില്ലാത്തത് മൂലം ഓൺലൈനായി ലഭിക്കേണ്ട സേവനങ്ങൾ ലഭിക്കാതെ വെറും കൈയോടെ മടങ്ങേണ്ട അവസ്ഥയാണ് പൊതുജനങ്ങൾക്ക്. കൂടാതെ സർക്കാർ ആശുപത്രിയിലെ പ്രവർത്തനവും അവതാളത്തിലാവുകയാണ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി ദേവികുളത്തെ സർക്കാർ ഓഫീസുകളും ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സ്തംഭനാവസ്ഥയിലാകുന്ന സാഹചര്യമാണുള്ളത്. കാരണം ഫയൽ സംവിധാനങ്ങളായതുകൊണ്ട് ദേവികുളത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് തങ്ങളുടെ കാര്യങ്ങൾ നടക്കാതാവുകയും കഴിഞ്ഞ 5 ദിവസമായി ഇവിടുത്തെ സർക്കാർ ഓഫീസുകൾ സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വാക്സിനുകൾ പോലും കേടായി പോകുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദേവികുളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ മരങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്ന വൈദ്യുതി ലൈനുകൾക്ക് തകരാറ് പറ്റുകയും തുടർന്ന് അത് നാളുകളോളം കറണ്ടില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ജനറേറ്റർ വാടകയ്ക്കെടുത്ത് പ്രവർത്തിപ്പിച്ചാണ് ആശുപത്രിയിലെ വാക്സിനുകളടക്കം അധികൃതർ സൂക്ഷിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചതോടെയാണ് ലൈനുകൾക്ക് മുകളിൽ മരക്കമ്പുകളും മരങ്ങളും വീണും മറ്റും വൈദ്യുതി തടസ്സമുണ്ടാകുന്നത്. KSEB അധികൃതർ ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരികെ മടങ്ങും മുമ്പേ മേഖലയിൽ വീണ്ടും മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുന്നത് നിത്യസംഭവമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.